ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നിങ്ങൾ 3 പേരുടെ പേരിലും 1000 രൂപ വീതം ബാങ്കിൽ ഞാൻ എന്റെ പോക്കറ്റിൽ നിന്നെടുത്ത് നിക്ഷേപിച്ച് ചെക്ക് ബുക്കുകളും സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇനിയൊന്നും ആലോചിക്കണ്ട, ഒപ്പിട്ട് കൊടുത്തേക്കാം. പ്രകാശ, ഇതാണ് എന്റെ അഭിഭാഷകൻ. വക്കീലേ, പ്രകാശന് ഈ കേസിന്റെ ഏടാകൂടങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം. മനോജ് നിങ്ങളോട് പണം ആവശ്യപ്പെടുന്ന സമയത്ത് അയാൾ ചോദിക്കുന്ന പണം മനോജിന് നിങ്ങൾ കൊടുക്കണം. നിങ്ങളുടെ സ്വന്തം അനുജനല്ലേ മനോജ്? പണം കൊടുത്തില്ലെങ്കിൽ സ്വാഭാവികമായും ഈ പുതിയ വീട്ടിൽ ഒരവകാശം മനോജിനും കൂടെ ഉണ്ടാകും. നമസ്കാരം. ഈ വീട്ടിൽ മനോജിന് അവകാശോ? അതെങ്ങനെ ശരിയാവും? അങ്ങനൊരു ലോ പോയിന്റ് ഉണ്ട്. നിന്നെ തളയ്ക്കാൻ കുറിപ്പ് കൊണ്ടുവന്നിരിക്കുന്ന ഒരു നിയമപത്രം. മനോജിനും കൂടി അവകാശപ്പെട്ട പിതൃസ്വത്ത് ചെലവാക്കി പണിത വീടിന്മേലുള്ള അവകാശം. അങ്ങനെ ഒരു പേപ്പറിലും ഒപ്പിട്ട് തരാൻ പറ്റില്ല. വേണ്ട, എന്റെ ഒരു ഫോൺ കോളിന് വേണ്ടി കാത്തിരിക്കുക എന്റെ പിള്ളേര്. അവര് പറന്നിങ്ങെത്തും. പിന്നെ പാല് കാച്ചും മോര് കാച്ചും ഒക്കെ അങ്ങ് മാറ്റി വച്ചിട്ട് ഒരു 2 മുറി തേങ്ങയും ഒരു കത്തിച്ച നിലവിളക്കും നിന്റെ നീളത്തിലുള്ള ഒരു വാഴയിലും കൂടി കരുതി വച്ചാ മതി. പറയുന്ന കുറിപ്പാടാ. എന്തെങ്കിലും ചെയ്ത് പ്രശ്നത്തിൽ നിന്ന് തലയുരാൻ നോക്ക്. ചടങ്ങ് മുടങ്ങിയാ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. മോനെ, എന്തും ചെയ്യാൻ മടിക്കാത്ത രാഷ്ട്രീയക്കാരനാ. ഇന്ന് ചടങ്ങ് നടന്നില്ലെങ്കിൽ പിന്നെ ഒരിക്കലും നടന്നില്ലെന്ന് വരും. നാണക്കേടുണ്ടാവാതെ അയാൾ പറയുന്നത് അനുസരിക്കേ. വെള്ള പേപ്പറിലൊന്നും ഒപ്പിട്ട് തരാൻ പറ്റില്ല. ഞാൻ കുറുപ്പ് സാറിന് ചെക്ക് തരാം. എന്നാ ശരി, തൽക്കാലം ചെക്ക് മതി എന്ന് വെക്കാം. പക്ഷേ പ്രകാശ് മാധവ് മാത്രം ഒപ്പിട്ട ചെക്ക് പോരാ. പ്രകാശ് മാധവിന്റെ ഭാര്യയും അമ്മായിയമ്മ ജഗദമ്മ ചേച്ചിയും ഒപ്പിട്ട ചെക്ക് വേണം. അതിനവര് ചെക്ക് ബുക്കുകൾ കൊണ്ടുവന്നിട്ടില്ല. വേണ്ടല്ലോ. നിങ്ങൾ 3 പേരുടെ പേരിലും 1000 രൂപ വീതം ബാങ്കിൽ ഞാൻ എന്റെ പോക്കറ്റിൽ നിന്നെടുത്ത് നിക്ഷേപിച്ച് ചെക്ക് ബുക്കുകളും സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇനിയൊന്നും ആലോചിക്കണ്ട, ഒപ്പിട്ട് കൊടുത്തേക്കാം. വക്കീലെ, ആ ചെക്ക് ലീഫുകളിൽ ഇവരെ കൊണ്ട് പിടിക്കൂ. മതി, ബാക്കി പിന്നെ ഒപ്പടാ. പേടിക്ക് വക്കീലേ. പാവ അച്ഛമ്മ, അവര് സമാധാനമായിട്ട് ഉറങ്ങുന്ന കാണുമ്പോ മനസ്സിന് വല്ലാത്ത ആശ്വാസം തോന്നുക. ഒപ്പം കുറ്റബോധം കൊണ്ട് വല്ലാത്ത നീറ്റിലും അനുഭവപ്പെടുന്നുണ്ട്. അതെന്താ ചേച്ചിക്ക് അങ്ങനെ ഒരു നീറ്റിൽ അനുഭവപ്പെടാൻ? ഞാനും അച്ഛമ്മയും തമ്മിൽ കണ്ട കീരിയും പാമ്പും പോലായിരുന്നു. എന്നെ താടകയെന്നും പൂതനയെന്നും ശൂർപ്പണകയെന്നും ഒക്കെയാ വിളിച്ചിരുന്നത്. അത് കേൾക്കുമ്പോ എനിക്ക് ഉള്ളം കാലം മുതൽ ഉച്ച വരെ ചുവഞ്ഞു കയറുമായിരുന്നു. അപ്പൊ വായി തോന്നിയതൊക്കെ ഞാനും വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ഈ മുതുകളവിക്ക് ചത്തൂടെ എന്ന് ശങ്കിക്കൊള്ളുന്ന രീതിയിൽ ഞാനും വിളിച്ചു കൂവിയിട്ടുമുണ്ട്. പാവ അച്ഛമ്മ, അവരുടെ ഈ കിടപ്പ് കാണുമ്പോ എനിക്ക് ഒരു പ്രാർത്ഥനയുള്ളൂ, ഒരു കാലത്തും എന്റെ അച്ഛമ്മ മരിക്കല്ലേ എന്ന്.
അച്ചമ്മ ചേച്ചിയെ ശകാരിച്ചത് ഒരു മുത്തശ്ശിയുടെ അവകാശം വെച്ചുകൊണ്ടാ. ചേച്ചി അതിന് പ്രതികരിച്ചത് ഒരു പേരക്കിടാവിന്റെ സ്വാതന്ത്ര്യം വെച്ചുകൊണ്ടും. രണ്ടുപേർക്കും ഉള്ളിന്റെ ഉള്ളിൽ ഒരു ശത്രുതയില്ല, സ്നേഹവും മതിപ്പും മാത്രം. എന്താ, ശരിയല്ലേ? ശരിയാ ജഗ. എന്നെ ശാസിച്ച് നന്നാക്കാനേ അച്ഛമ്മ ശ്രമിച്ചിട്ടുള്ളൂ. അച്ഛമ്മയ്ക്ക് എന്നെ ജീവനായിരുന്നു. എന്റെ പൊന്നച്ഛമ്മ, തങ്കം, തങ്കമ്മ. ബ്ലാങ്ക് ചെക്കാണ്. തീയതി തുകയൊക്കെ ഞാൻ എഴുതി ചേർത്തോ. അതുകൊണ്ട് എന്റെ മരുമോൻ മനോജിന് മുമ്പിൽ ചെന്ന് ഇല്ലാത്ത സ്നേഹം അഭിനയിച്ച് കുളമാക്കാൻ നിക്കണ്ട. ഒരു കാര്യമില്ല. പ്രകാശ, അവൻ ചോദിക്കുമ്പോ പണം എണ്ണി കൊടുത്തിരിക്കണം. അപ്പോ ഞാൻ വന്ന കാര്യം കഴിയും. പാലുകാച്ചൊക്കെ മംഗളമായി നടക്കട്ടെ. സർ, സാറ് വന്ന സ്ഥിതിക്ക് ഈ ചടങ്ങ് കഴിഞ്ഞിട്ട് പോയാ പോരെ? അതിനൊക്കെ ഒരുപാട് സമയം പിടിക്കില്ലേ? ഇവിടെ നിന്നുള്ള എന്റെ സദ്യ കഴിച്ചു കഴിഞ്ഞു. വയറ് നിറഞ്ഞ് സന്തോഷത്തോടുകൂടിയാ ഞാൻ പോകുന്നത്. തൃപ്തിയായില്ലേ? സിംഹക്കൂട്ടിലെ കൊണ്ടുപോയി തല വെച്ചിരിക്കുന്നത്. അച്ഛനമ്മമാരുടെയും വസന്തേച്ചിയുടെ ഉള്ളെറിഞ്ഞ ശാപത്തിന്റെ ഫലമാ. യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇവിടെ നടക്കേണ്ടത് ഗണപതി ഹോമത്തിന്റെ ചടങ്ങുകളാ. തൽക്കാലം ഇതൊക്കെ മതി. തിരുമേനി മനസ്സറിഞ്ഞ് മന്ത്രം ഉരുവിട്ട് പൂജിച്ചാലേ അത് ഗണപതി ഹോമത്തിന് തുല്യായി. അതൊക്കെ ശരി തന്നെ. എന്നാലും ഗ്രഹപ്രവേശമല്ലേ പ്രകാശ? വിഘ്നേശ്വര പ്രീതിയ പ്രധാനം. പിന്നീട് ഗണപതി ഹോമം ക്ഷേത്രത്തിൽ നടത്തിക്കോളാം തിരുമേനി. എന്നാലും മതി തിരുമേനി. പൂജ തുടങ്ങാം. മാനത്തെ കൊട്ട